എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ? സ്വാർത്ഥരായ മനുഷ്യർ ഭൂമി അമിതമായി ചൂഷണം ചെയ്തു. അങ്ങനെ നമുക്ക് ആവശ്യമായ പലതും ഭൂമിയിലില്ലാതായി. ഇത് തുടർന്നാൽ ആവാസ വ്യവസ്ഥിതി തകിടം മറിയും. ഭൂമി വ്യാസയോഗ്യമല്ലാതാകും. വർഷങ്ങൾ കഴിയുന്തോറും വനം തീരെ കുറഞ്ഞു വരികയാണ്. ഭൂമിയിൽ മരുഭൂമികൾ വർദ്ധിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ മൺപാളികളുടെ കട്ടി കുറയുന്നു. അന്തരീക്ഷത്തിലെ ഓസോൺ വലയം നേർത്തുവരുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നു. ഇതെല്ലാം ദുസ്സൂചനകളാണ്. ഈ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ ആരോഗ്യം കുറയുകയാണ്. ഇതിന്റെ ഭവിഷ്യത്ത് മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനൊരു വഴിയേ ഉള്ളൂ. മരം നട്ടു വളർത്തുക, മണ്ണ് സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കുക, ഊർജ സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുക. ഈ കാര്യത്തിൽ നിങ്ങൾ മാതൃകയാക്കേണ്ടത് ശ്രീ വിദ്യാധരനെയാണ്. ടീച്ചറെ, ആരാണ് ഈ വിദ്യാധരൻ? അല്ല, വൃക്ഷസ്നേഹിയായ വിദ്യാധരനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പത്രദൃശ്യ മാധ്യമങ്ങളിൽ വായിക്കുകയും കാണുകയും ചെയ്തിട്ടില്ലേ? അത് തെറ്റാണ്. വിദ്യാർത്ഥികളായി നിങ്ങൾ ഇതുപോലുള്ള വാർത്തകൾക്കും ഫീച്ചറുകൾക്കും പ്രാധാന്യം കൊടുക്കണം. അതിരിക്കട്ടെ, വൃക്ഷസ്നേഹിയായ വിദ്യാധരനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം.